അല്പസമയ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം വായിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം, ഇതിൻ്റെ രണ്ടാം ലേഖനം 2-ാം അധ്യായം 14-15 വാക്യം. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവർ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, നിങ്ങൾ ഉറച്ച് നിന്ന് ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചുകൊള്ളുവീൻ. നമ്മുടെ സഹോദരനും യേശുക്രിസ്തുവിൻ്റെ സ്നേഹിതനും സഹോദരനും ദാസനുമായ പൗലോസ് വിശുദ്ധജനം എന്ന് പറയുമ്പോൾ പത്രോസിൻ്റെ ഉപദേശപ്രകാരം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിച്ച് ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന വിശുദ്ധ ജനമാണ് തെസ്സലോനിയിലുണ്ടായിരുന്ന ദൈവസഭ. ആ ദൈവസഭയ്ക്ക് എഴുതിയ ലേഖനമാണ്, വിശുദ്ധ പൗലോസ് എഴുതിയ ലേഖനമാണ് നമ്മൾ വിശുദ്ധ പൗലോസ് എഴുതിയ 2-ാം ലേഖനമാണ് നമ്മൾ വായിച്ചത്. 1-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന ഈ ദൈവസഭയെല്ലാം പെന്തക്കോസ്തിൻ്റെ അനുഭവം പ്രാപിച്ചവരാണ്. പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും ഒരു സ്ഥലത്ത് കൂടിയിരിക്കുമ്പോൾ ദൈവശക്തി അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ അവർക്കുണ്ടായ അനുഭവങ്ങൾ, അവർ അന്യഭാഷകൾ സംസാരിച്ചു തുടങ്ങി. അവിടെയുള്ള ജനങ്ങളുടെ കൂടിവരവിൽ പിന്നത്തേതിൽ ഓരോരുത്തരും പ്രവാചകന്മാരായി, സുവിശേഷകന്മാരായി, വീര്യപ്രവർത്തി ചെയ്യുന്നവരായി, വ്യാഖ്യാനിക്കുന്നവരായി, രോഗശാന്തി ഉള്ളവരായി, ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സഭയുടെ ആരംഭത്തിൽ തുടങ്ങി വെച്ച ഈ ദൈവിക പ്രവൃത്തി സഭയുടെ റാപ്ചർ വരെ ഉണ്ടാകും. അല്ലാതെ ഇടയ്ക്ക് വെച്ചത് നിർത്തിക്കളയുവാൻ ദൈവം നമ്മെപ്പോലെ മനുഷ്യനല്ല. ദൈവം അനന്യനാണ്. ഞാൻ പ്രസംഗിക്കുന്ന യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. അവൻ ഒന്ന് തുടങ്ങി വെച്ചാൽ ഇടയ്ക്ക് കൊണ്ടൊന്ന് നിർത്തിവെക്കാൻ അവൻ മനുഷ്യനല്ല. അവൻ പരിപൂർണമായ ദൈവമാണ്. യേശുക്രിസ്തു മനുഷ്യനായിരുന്നു, നമ്മെപ്പോലെ മനുഷ്യനായിരുന്നില്ല, എന്നാൽ മനുഷ്യനായി വെളിപ്പെട്ടവനാണ്. വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യ സ്വരൂപത്തിലായവനാണ്, മനുഷ്യ സദൃശ്യത്തിലായവനാണ്. അവൻ സാക്ഷാൽ ദൈവമാണ്. ഒരേ ഒരു ദൈവമേ ഉള്ളൂ, അതാണ് യേശുക്രിസ്തു. അപ്പം ഈ മഹാദൈവം തൻ്റെ പ്രവൃത്തി ദൈവസഭയോടുള്ള, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കുകയില്ല എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവം പെന്തക്കോസ്ത് നാളിൽ ദൈവത്തിൻ്റെ സഭ ആരംഭിച്ചു. സഭ ആരംഭിച്ചപ്പോൾ ദൈവം ഒരു പ്രവൃത്തി തുടങ്ങി വെച്ച്, ആ ദൈവം തുടങ്ങിയ പ്രവൃത്തി അതിൻ്റെ എൻഡ് വരെ അങ്ങനെ തന്നെയായിരിക്കും. അതായത് ദൈവസഭയുടെ റാപ്ചർ വരെയും ദൈവം തുടങ്ങിയതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇത് ഹല്ലേലൂയ. പിന്നെ വിശ്വസിക്കുന്നവരാലാണ് ഇതെല്ലാം നടക്കുന്നത്. വിശ്വസിക്കാത്തവർക്ക് ഇതൊന്നും നടക്കില്ല. നാം രക്ഷിക്കപ്പെടുന്നത് വിശ്വാസത്താലാണ്. യേശുക്രിസ്തുവിന് സ്നാനപ്പെടുന്നത് വിശ്വാസത്താലാണ്. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് നമ്മൾ പറയുന്ന ദൈവശക്തിയും വിശ്വാസത്താൽ പ്രാപിക്കേണ്ടതാണ്. വിശ്വാസം എന്ന് പറയുന്നത് വില കൊടുക്കേണ്ടുന്ന കാര്യമാണ്.
വിശ്വാസം കൂടാതെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ലെന്ന് തിരുവെഴുത്ത് പറയുന്നു. വിശ്വാസം എന്ന് പറയുന്നത് നാം യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു, അത് വിശ്വാസത്താൽ സംഭവിച്ചു. ദൈവവചനം പഠിപ്പിച്ചപ്പോൾ സ്നാനം ദൈവവചനപ്രകാരം യേശുക്രിസ്തുവിൻ്റെ നാമത്തിലാണെന്ന് ദൈവം നമുക്ക് മനസ്സിലാക്കി തന്നു, അത് വിശ്വാസത്താൽ സംഭവിച്ചു, നമ്മൾ സ്നാനപ്പെട്ടു. അവിടെ കൊണ്ട് വിശ്വാസം അവസാനിക്കുകയല്ല, പിന്നെയും വിശ്വാസത്താൽ നമുക്ക് ആത്മാവിൻ്റെ അനന്തമായ തലങ്ങളിലേക്ക് യാത്ര ചെയ്യാനുണ്ട്. ഈ വിശ്വാസത്തിൻ്റെ അളവിനെ, ഈ വിശ്വാസത്തിൻ്റെ ദൈവത്തിൻ്റെ പദ്ധതിയെ മുൻ കർത്താവ് യെഹെസ്കേൽ പ്രവാചകന് വെളിപ്പെടുത്തി കൊടുത്തിട്ട് യെഹെസ്കേൽ പ്രവാചകൻ മുഖാന്തരം പ്രവചിച്ചിരിക്കുന്ന ഇങ്ങനെയാണ്: നീന്തിയിട്ടല്ലാതെ കടപ്പാൻ കഴിയാത്ത ഒരു അനുഭവം. ഇത് ദൈവസഭയെക്കുറിച്ചുള്ളൊരു ദൈവത്തിൻ്റെ പ്രവചനമാണ്. ഓരോ സ്റ്റെപ്പായി നദിയിലൂടെ നടത്തുന്ന ആ അനുഭവം എന്ന് പറയുന്നത് ദൈവസഭയെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഒരു പ്രവചന ശബ്ദമാണത്. അപ്പോൾ അത് നീന്തിയിട്ടല്ലാത്ത കടപ്പാൻ കഴിയാത്ത ഒരു അനുഭവം. ഈ അനുഭവമാണ് സകലത്തിലും ക്രിസ്തു എന്ന തലയോളം വളരുക എന്നതുകൊണ്ട് ദൈവം അർത്ഥമാക്കുന്നത്. കർത്താവ് യേശു ഉയർത്തെഴുന്നേറ്റതായി നിങ്ങൾ കാണുന്നുവെങ്കിൽ, കർത്താവ് യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം പറയുകയാണ്, ഞാൻ ഉയർത്തെഴുന്നേറ്റവനായി നിങ്ങൾ കാണുന്നുവെങ്കിലോ, ഞാൻ ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ഈ ആത്മാവിൻ്റെ തലത്തെ നമ്മുടെ ബുദ്ധിയുടെ തലവുമായിട്ട് നമ്മൾ പഠിക്കാൻ പോയാൽ നമുക്കൊന്നും ഗ്രഹിക്കാൻ കഴിയില്ല. തിരിച്ച് ബുദ്ധിയും ജ്ഞാനവും എല്ലാം കൊണ്ട് മാറ്റി വച്ചിട്ട് വിശ്വാസത്താൽ ദൈവഹിതപ്രകാരം മുന്നോട്ട് ചുവടുകൾ വെക്കണം. അതുകൊണ്ടാണ് കർത്താവ് യേശു ഇങ്ങനെ പറഞ്ഞത്, ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ നമ്മൾ ശിശുവായിത്തീരണം. ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളാത്തവനാരും അതിനകത്ത് പ്രവേശിക്കില്ല. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ കർത്താവ് ശിഷ്യന്മാരെ വന്നപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർക്കൊരു സംശയം, സ്വർഗത്തിൽ ആരാണ് ഏറ്റവും വലിയവൻ? അപ്പോൾ കർത്താവ് ഒരു ശിശുവിനെ നടുക്ക് വിളിച്ചിട്ട് നിർത്തിയിട്ട് പ്രകാരം പറഞ്ഞു, നിങ്ങൾ തിരിഞ്ഞ് ശിശുവിനെ പോലെ ആയിത്തീരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അപ്പം ദൈവരാജ്യത്തെ ശിശു എന്ന പോലെ കൈക്കൊള്ളണം. ഒന്ന്. വേറൊരിടത്ത് ദൈവം പറയുന്നത്, പരീശന്മാരെയും ശാസ്ത്രിമാരെയും കൂട്ടുള്ള വിഷയങ്ങൾ പറഞ്ഞു വന്നിട്ട് പറയുന്നത്, സ്വർഗരാജ്യത്തിൻ്റെ രഹസ്യങ്ങളെ വെളിപ്പെടുത്തുവാൻ കർത്താവെ നീ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അപ്പോൾ സ്വർഗീയമായ രഹസ്യങ്ങൾ നമുക്കത് വെളിപ്പെടണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ എപ്പോഴും വിധേയനായി താണ് വിശ്വാസം വില കൊടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് അത് പ്രാപിച്ചെടുക്കണം. വിശ്വാസം വില കൊടുക്കാതെ ദൈവത്തിൽ നിന്നൊന്നും പ്രാപിക്കാൻ പറ്റില്ല. ഇപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൻ്റെ ശക്തി നമ്മുടെ മധ്യത്തിലുണ്ട്. വിശ്വസിക്കുന്നവരാൽ ദൈവം അന്യഭാഷയിൽ അവർക്ക് സംസാരിക്കാൻ കൃപ കൊടുക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരിൽ പ്രവചനം നടക്കുന്നുണ്ട്. വിശ്വസിക്കുന്നവരാൽ രോഗശാന്തിയുണ്ട്, വീര്യപ്രവൃത്തികളുണ്ട്, എല്ലാമുണ്ട്. വിശ്വസിക്കായികയാൽ വിശ്വസിക്കാത്തവരുടെ ജീവിതത്തിൽ ഒന്നും നടക്കുന്നില്ല, ഒന്നും നടക്കുകയുമില്ല. കാരണം ദൈവം വിശ്വാസം വില കൊടുക്കുന്നവർക്കാണ് കർത്താവിൻ്റെ ദാനങ്ങൾ നൽകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ദൈവം നമുക്ക് തന്നിരിക്കുന്ന വഴിയിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. തെസ്സലോനിക്കയിലുള്ള 1-ാം നൂറ്റാണ്ടിലെ വിശുദ്ധന്മാർ അവണ്ണം ഉള്ളവരായിരുന്നു. അവരിൽ ചില കുറവുകൾ കണ്ടപ്പോൾ ദൈവദാസനായ പൗലോസ് യേശുക്രിസ്തുവിൻ്റെ ആത്മാവിൽ എഴുതി അറിയിച്ച ലേഖനമാണ് 1-ാം ലേഖനവും 2-ാം ലേഖനവും. അത് 2-ാം ലേഖനത്തിൻ്റെ വാക്യങ്ങളാണ് നമ്മൾ വായിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയരെ, യേശുക്രിസ്തുവിൻ്റെ പ്രമാണപ്രകാരം നമ്മൾ യേശുക്രിസ്തുവിൻ്റെ പ്രമാണപ്രകാരവും യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലും സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 ഇങ്ങനെ മുന്നോട്ട് ആത്മീയമായ വളർച്ച നമ്മളിൽ സംഭവിക്കേണ്ടതിന്
ദൈവം നമ്മളിൽ എല്ലാവരിലോടും കരുണ കാണിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും യേശു ക്രിസ്തുവിൽ ആ വിഷയത്തിൽ ദൈവജനം അനുഗ്രഹം പ്രാപിക്കുമെന്നുള്ള പ്രത്യാശയിൽ മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. ദൈവമായ കർത്താവ് നിങ്ങളെ എല്ലാവരെയും എന്നെയും നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയരെ, ഇവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നത്. അപ്പം യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കുവാൻ അപ്പോസ്തോലന്മാരെ ദൈവം തിരഞ്ഞെടുത്ത് അവരിലൂടെ ദൈവപ്രവൃത്തി എപ്രകാരം ചെയ്തുവോ, കർത്താവ് യേശു അവരെ തിരഞ്ഞെടുത്തിട്ട് നിങ്ങൾ പോയി എല്ലാവരോടും സുവിശേഷം പറയുക എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് ശിഷ്യന്മാരോട് പ്രത്യേകം പറഞ്ഞു, നിങ്ങൾ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്ത ദൈവശക്തി പ്രാപിക്കുവോളം നിങ്ങൾ സുവിശേഷ ഘോഷണത്തിനൊന്നും പോകരുത്. ഈ മാളിക മുറിയിൽ തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ ഇരിക്കണം. ഈ പട്ടണം വിട്ട് നിങ്ങൾ വെളിയിൽ ഇറങ്ങിയേക്കരുത്. എപ്പോൾ വരെ? ദൈവശക്തി നിങ്ങളുടെ മേൽ വരുന്നത് വരെയും നിങ്ങൾ സുവിശേഷ ഘോഷണത്തിന് പോകരുത്. അത് വ്യക്തമായിട്ടാണ് കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ 6-ാം വാക്യം മുതൽ, ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട്, കർത്താവേ, നീ ഇസ്രയേലിന് ഈ കാലത്തിലോ രാജ്യം യഥാസ്ഥാനത്താക്കി കൊടുക്കുന്നത് എന്ന് ചോദിച്ചു. അവൻ അവരോട്, പിതാവ് തൻ്റെ സ്വന്തം അധികാരത്തിൽ വെച്ചിട്ടുള്ള കാലങ്ങളെയോ സമയങ്ങളെയോ അറിയുന്നത് നിങ്ങൾക്കുള്ളതല്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരുശലേമിലും യഹൂദിയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകുമെന്ന് പറഞ്ഞു. അപ്പോൾ കർത്താവാകുന്ന ദൈവം അവരുടെ മേലൊരു വാഗ്ദത്തം ചെയ്യുകയാണ്. എന്താണ്? അവർക്ക് ദൈവം ഒരു ശക്തിയുടെ അഭിഷേകം അയക്കും. ഒരിക്കൽ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ കുറിച്ച് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഞാൻ നിങ്ങളെ വെള്ളത്താൽ സ്നാനം കഴിപ്പിക്കുന്നു, യവനോ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയാലും അഭിഷേകം ചെയ്യും. അപ്പം പരിശുദ്ധാത്മാവിലുള്ള അഭിഷേകമുണ്ട്, തീയിലുള്ള അഭിഷേകമുണ്ട്. കർത്താവാകുന്ന ദൈവം ഈ ശിഷ്യന്മാരോട് പറഞ്ഞത് തീയാലുള്ള അഭിഷേകം, അതായത് ശക്തിയാലുള്ള അഭിഷേകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. എൻ്റെ 8-ാം വാക്യത്തിൽ പറഞ്ഞത്, എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിക്കും. അപ്പോൾ ഈ ശക്തിയുടെ അഭിഷേകവുമുണ്ട്, ആമേൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമുണ്ട്. അത് രണ്ടും രണ്ട് വിഷയമാണ്, നമുക്ക് വേറെ ദിവസം പഠിക്കാം. പ്രിയരെ, പക്ഷെ കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങണമെങ്കിൽ, അല്ലെങ്കിൽ പിതാവിൻ്റെ ഇഷ്ടം നമ്മളിൽ പൂർത്തീകരിക്കണമെങ്കിൽ ഈ ശക്തിയുടെ അഭിഷേകം വേണം. നോക്കിക്കേ, അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം നമ്മൾ പഠിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസനായ പൗലോസും ബർന്നാബാസും മറ്റുള്ള ശിഷ്യന്മാരും ഉപവസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അന്ത്യോക്യയിലെ സഭയിൽ ബർന്നബാസ് നീഗർ എന്ന പേരുള്ള ശീമോൻ, കുറേനക്കാരനായ ലൂക്കോസ്, ഇടപ്രഭുവായ ഹേരോദാവിനോട് കൂടെ വളർന്ന മനയേൽ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വ്യക്തികളെല്ലാം ശക്തമായ ഉപദേശം പറയുന്നവരും പിന്നെ ആരുമാണ്? കർത്താവിൻ്റെ പ്രവാചകന്മാരുമാണ്. പക്ഷെ എവരെ കർത്താവിൻ്റെ വേലയ്ക്കായി നിയോഗിക്കുന്നില്ല. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്ക് മുമ്പ് വരെയുള്ള പീരീഡിൽ ഇവർ ദൈവവേലയ്ക്കായി ദൈവം നിയോഗിച്ച് ആക്കിയില്ല എന്ന് ഈ തിരുഭാഗം വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നു.
നിസ്സാരക്കാരല്ല ഇവർ. കർത്താവിൻ്റെ ദാസന്മാരാണ്, ഉപദേഷ്ടാക്കന്മാരാണ്, പ്രവാചകന്മാരാണ്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയും അന്യഭാഷ അടയാളത്തോടു കൂടിയുള്ള കൃപാവരം ലഭിക്കാത്ത ഒരു വ്യക്തിക്ക് പ്രവാചകനാവാൻ പറ്റില്ല എൻ്റെ പ്രിയരെ. കർത്താവാകുന്ന യേശുവിൻ്റെ ദാസനായ പൗലോസ് 1 കൊരിന്ത്യർ 14:2 പറയുന്നത്, അന്യഭാഷകൾ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു, അവ ആത്മാവിൽ മർമ്മങ്ങൾ സംസാരിക്കുന്നു. ദൈവം ഇത് ആർക്കാ നൽകുന്നത്? വിശ്വസിക്കുന്നവർക്ക്. ദൈവം 1-ാം നൂറ്റാണ്ടിൽ പ്രവർത്തിച്ചു കഴിഞ്ഞിട്ട് മരിച്ചുപോയ ദൈവമല്ല. ഒരു കാലത്ത് ഒരു പ്രവൃത്തി ചെയ്തിട്ട് അവൻ്റെ പ്രവൃത്തി പൂട്ടിക്കെട്ടി വീട്ടിൽ വെച്ചേക്കുന്ന ഒരു മനുഷ്യനല്ല എൻ്റെ ദൈവം. നമ്മുടെ ദൈവത്തിൻ്റെ പ്രവൃത്തി നിരന്തരമാണ്. ഈ അന്യഭാഷയെക്കുറിച്ച് വിശ്വാസമില്ലാത്തവർ ചിലർ അന്യഭാഷയെക്കുറിച്ച് ദോഷമായിട്ട് അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ, എനിക്ക് അവരോട് പറയാനുള്ളൊരു കാര്യം, അവർ എടുക്കുന്ന വചനം എന്ന് പറയുന്നത് 1 കൊരിന്ത്യർ 14 1 കൊരിന്ത്യർ 14 എന്തുകൊണ്ട് പൗലോസ് അങ്ങനെ ഒരു അധ്യായമായി തന്നെ കൊരിന്ത്യർക്ക് എഴുതാൻ കാരണം അതെന്താണെന്ന് നമ്മൾ ആദ്യം പഠിച്ചു നോക്കണം. കൊരിന്ത്യ സഭയുടെ ചരിത്രമുണ്ട്, അല്ലെങ്കിൽ സഭാചരിത്രമുണ്ട്. അപ്പോൾ കൊരിന്ത്യ സഭയുടെ പ്രത്യേക ചരിത്രമുണ്ട്. ആ ചരിത്രം നമ്മൾ പഠിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് പൗലോസ് കൊരിന്ത്യ ലേഖനത്തിൽ 14 എന്നൊരു അധ്യായം തന്നെ എഴുതുവാൻ കാരണമായി തീർന്നത് എന്താണെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കിയത് ശരിയാണെങ്കിൽ കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർ കൂടി വരുന്നത്, അന്നത്തെ വിശുദ്ധന്മാരെല്ലാം കൂടി വരുന്നത് പകൽ സൂര്യൻ ഉദിക്കുന്നത് മുതൽ വൈകിട്ട് വരെ സൂര്യ അസ്തമിക്കുക ഒരു പാടത്ത് പണിയെടുത്തിട്ട് സൂര്യാസ്തമനം കഴിഞ്ഞതിന് ശേഷം അവരെ പ്രാഥമിക കാര്യങ്ങൾക്കൊക്കെ ശേഷം അവർ കൂടിവരവിന് വിശുദ്ധ കൂട്ടായ്മയ്ക്ക് അവർ സൂര്യൻ അസ്തമിച്ച് അല്പസമയം കഴിയുമ്പോൾ കൂടി വരുന്നത് അത് സൂര്യോദയം വരെയുമുള്ള കൂടിവരവാണ്. അവിടെ വിശുദ്ധ ആരാധന എന്ന് പറഞ്ഞാൽ സമയക്രമം വെച്ചായിരുന്നില്ല. ഇന്നത്തെ പോലെ അരമണിക്കൂർ, 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇങ്ങനെയുള്ള ഒരു ആരാധന രീതിയെ ആയിരുന്നില്ല പെന്തക്കോസ്ത് നാളിന് ശേഷമുള്ള വിശുദ്ധന്മാരുടെ ആരാധന രീതി. അവർക്ക് സമയം കിട്ടുന്നത് പൂർണ്ണമായും എല്ലാവർക്കും ഒരേപോലെ കൂടി വരാൻ സമയം കിട്ടുന്നത് രാത്രി സമയമായിരുന്നത് കൊണ്ട് അവർ രാത്രികളിലാണ് കർത്താവിനെ കൂടുതൽ സമയം ആരാധിച്ചിരുന്നത്. കാരണം അന്നത്തെ സാഹചര്യത്തിൽ ഇന്നത്തെ പോലൊരു സാഹചര്യമായിരുന്നില്ല. ഇന്ന് പൊതുവിൽ എല്ലാവർക്കും ഞായറാഴ്ച ദിവസം അവധി ദിവസമായതുകൊണ്ട് എല്ലാവരും ഞായറാഴ്ച ആരാധനയ്ക്ക് വരുന്നു പകൽ സമയത്ത്. അന്ന് യേശുവിൻ്റെ സഭ തുടങ്ങിയ സമയത്ത് ഇങ്ങനെ ഒരു ദിവസങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർക്ക് ഇതേപോലെ നമുക്കുള്ളതുപോലെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. മാത്രമല്ല യേശുവിൻ്റെ വിശുദ്ധന്മാരിൽ പലരും, ഭൂരിപക്ഷവും, 90% അധികം ശതമാനം ആൾക്കാരും കൂലിവേലക്കാരും ദരിദ്രരുമായിരുന്നു. ആകയാൽ അവർക്ക് പകൽ സമയത്ത് കൂലിവേല ചെയ്യണമായിരുന്നു. ഇന്നത്തെ പോലെ കൂലിവേല ചെയ്യുമ്പോൾ ശമ്പളം കിട്ടും, ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ തോന്നുന്ന പോലെ ജീവിക്കാമെന്നുള്ള സ്വാതന്ത്ര്യകാലമായിരുന്നില്ല. ഇന്നത്തെ കൂലിവേലക്കാർക്ക് അവർക്ക് തോന്നുവാനാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അക്കാലത്ത് അങ്ങനെയല്ല. അന്ന് അടിമകളെ വിൽക്കുകയും മേടിക്കുകയും ചെയ്യുന്നവരായിരുന്നു ഭൂരിപക്ഷവും മുതലാളിമാർ. ആകയാൽ അന്നത്തെ കൂലിവേലക്കാർ അടിമകളായിരുന്നു. അങ്ങനെയാണെങ്കിൽ ആ അടിമകൾക്ക് സ്വാതന്ത്ര്യമില്ലാതെ യജമാനന് കീഴ്പ്പെട്ടിരുന്നു കൊണ്ട് വേല ചെയ്യണമായിരുന്നു. അപ്പോൾ പകൽ സമയം മുഴുവനും അവർ കഠിനമായ അധ്വാനമാണ്. അതിനുശേഷം അവർക്ക് കിട്ടുന്ന സമയം രാത്രിയിലാണ് അന്ന്. അതുകൊണ്ടാണ് രാത്രിയിൽ അവിടെ 1-ാം നൂറ്റാണ്ടിൽ വിശുദ്ധന്മാർക്ക് ആരാധന സമയം കണ്ടെത്താൻ കഴിഞ്ഞത്. എൻ്റെ പ്രിയരെ, അങ്ങനെ കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർ മാത്രമല്ല, ദൈവസഭയിലുള്ള എല്ലാ വിശുദ്ധരും, എല്ലാ ദേശത്തുള്ള എല്ലാ വിശുദ്ധന്മാരും കൂടി വരുമ്പോൾ അവർ ആത്മാവിൽ, അവർക്ക് ഓരോ ആഴ്ചയിലും അനുഭവങ്ങൾ ഒരുപാടുള്ളത് കൊണ്ട് ദൈവം ആത്മാവിൽ ഗീതങ്ങളെ കൊടുക്കും. ആത്മാവിൻ്റെ ഗീതങ്ങൾ പാടി അവർ ഒരുമിച്ച് പാടി കർത്താവിനിൽ സന്തോഷിച്ച് അവരാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന്, അങ്ങനെ ആരാധിച്ച ആത്മാവിൽ ഓരോ അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ അവർക്ക് തന്നിൽ തന്നെ ആത്മവർദ്ധന വരുത്തി. ഇങ്ങനെ അവരെല്ലാവരും തന്നിൽ തന്നെ ആത്മവർദ്ധന വരുത്തി ഇങ്ങനെ സമയങ്ങൾ ഇങ്ങനെ മറന്ന് കർത്താവിനെ ആരാധിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അവർ. പ്രത്യേകിച്ച് കൊരിന്ത്യ സഭയ്ക്ക്
ആമേൻ, ഈ പുതിയ വിശ്വാസികളെ ഒന്നും ഒരു വിലയില്ലായിരുന്നു. വരുന്നവരെല്ലാം ഈ കൃപ പ്രാപിച്ചു ഇങ്ങനെ ആവണമെന്നുള്ള അവർ ആഗ്രഹിച്ചത് കൊണ്ട് പുതിയ വിശ്വാസികളെ അവരധികം കണക്കിലെടുത്തിരുന്നില്ല. കൃപ ലഭിച്ചവരെല്ലാം ഇങ്ങനെ കർത്താവിനെ ആരാധിച്ചും അവർ തമ്മിൽ സംസാരിച്ചും അവർ പ്രവചിച്ചും വിവേചിച്ചും ഇങ്ങനെ കാര്യങ്ങൾ പോകുന്നു. മാത്രമല്ല 9 കൃപാവരങ്ങളും നിറഞ്ഞവരായിരുന്നു കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാർ. സ്തോത്രം. കൊരിന്ത്യയിലുള്ള ദൈവസഭയ്ക്ക് ദൈവം 9 കൃപാവരങ്ങൾ നൽകിയിരുന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ കൃപാവരങ്ങളുള്ള ദൈവദാസന്മാരും ദൈവമക്കളും എല്ലാം കൂടെ അവിടെ കൂടി വന്ന് കർത്താവിനെ ശക്തമായി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുതിയ വിശ്വാസികൾ വരുമ്പോൾ അവർക്ക് ഈ കൃപ പ്രാപിക്കാത്തത് കൊണ്ട് അവരുടെ ഇടയിൽ ഒരു പരാതി വന്നു. ഇത് പൗലോസിൻ്റെ ചെവിയിലെത്തപ്പോൾ പൗലോസ് അവരെ പ്രബോധിപ്പിച്ചെഴുതിയത് 14 അധ്യായം. അപ്പോൾ പൗലോസ് അവരോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങളെക്കാൾ അധികം ഞാൻ അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുന്നു എന്നാണ്. അപ്പം ലേഖനം എഴുതിയ പൗലോസ് കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരെക്കാൾ അധികം അന്യഭാഷയിൽ കർത്താവിനെ പ്രാർത്ഥിച്ച് ആരാധിക്കുന്നവനാണെങ്കിൽ അവനുള്ള കൃപ എന്തായിരുന്നു അന്യഭാഷ സംബന്ധിച്ച്? കൊരിന്ത്യയിലുള്ള വിശുദ്ധന്മാരുടെ കൃപ ഇതാണ്. അങ്ങനെയെങ്കിൽ ഈ പൗലോസ് എഴുതിയ ലേഖനത്തിൻ്റെ ദൈവിക ഉദ്ദേശം എന്താണ്? ഇത് വേണ്ട എന്നാണോ? അത് നിന്നുപോയെന്നാണോ? ഈ കൃപാവരങ്ങളെല്ലാം അസ്തമിച്ചു എന്നാണോ? ചുമ്മാതെ ആവശ്യമില്ലാത്തൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്ന ജനങ്ങൾ ഈ ലോകത്തിലുണ്ട്. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, അങ്ങനൊന്നുമല്ല. നമ്മൾ വിശ്വാസത്താൽ പ്രാപിക്കണം. കർത്താവിൻ്റെ സന്നിധിയിൽ വില കൊടുക്കണം, പ്രാപിക്കണം. ഞാൻ വായിച്ച വാക്യത്തിലേക്ക് ഞാൻ കടന്നു വരുന്നു. എൻ്റെ പ്രിയരെ, അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവിടെ 14 നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ വിളിക്കപ്പെട്ട നമ്മൾ വിശ്വാസം കൂടാതെ എന്തോ പ്രാപിക്കാൻ പറ്റുമെന്നാണ്. ദൈവവചനത്തിൽ മത്തായി മുതൽ വെളിപ്പാട് വരെ എഴുതിയിരിക്കുന്ന വചനമെല്ലാം ഉവ്വ എന്നാണ്. അതെല്ലാം അപ്പോസ്തലന്മാരുടെ കാലത്ത് നടന്നതുപോലെ ഇന്നും വിശ്വസിക്കുന്നവരിടയിൽ നടക്കുന്നുണ്ട്. നമ്മൾ വിശ്വസിക്കായികയാൽ ഒന്നും നടക്കുന്നില്ലെങ്കിൽ വിശ്വസിച്ച് നടക്കുന്നവരെ അവൾ കുറ്റം പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നമ്മൾ വിശ്വാസം കൊടുത്തിട്ട് അതിൽ കൂടുതൽ പ്രാപിക്കണമെന്നേ. വിശ്വാസം വില കൊടുത്തിട്ട് കർത്താവിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് വില കൊടുത്ത് പ്രാപിക്കണം. കർത്താവ് പറയുന്നത് രക്ഷ മാത്രമേ ഉള്ളൂ സൗജന്യം. യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിക്കുന്നതും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിലേക്ക് അയക്കുന്നതും മാത്രമേ ഉള്ളൂ സൗജന്യം. ബാക്കി എന്ത് വേണമെങ്കിലും വില കൊടുക്കണം. കർത്താവ് പറയുന്നു വെളിപ്പാട് ദിവസം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യം, നീ സമ്പന്നതാകേണ്ടതിന് ഊതിക്കഴിപ്പിച്ച പൊന്നും നിന്റെ നാണത്തിൽ ലജ്ജ മറയ്ക്കേണ്ടതിന് വെള്ളയുടുപ്പും നിന്റെ കണ്ണിൽ പ്രകാശിക്കാൻ ലേപവും എന്നോട് വിലയ്ക്ക് മേടിക്കണമെന്ന്. കർത്താവ് പറയുന്നു വില തന്നാലേ ഞാനത് തരത്തോളെന്ന. എന്താണ്? ഒന്നാമത്തത് ദൈവശക്തി വരുമ്പോൾ അന്യഭാഷയിലുള്ള ദൈവത്തെ ആരാധന. ദൈവത്തിൻ്റെ 1 കൊരിന്ത്യയിൽ പൗലോസ് പറയുന്നത് അതിൻ്റെ 1 കൊരിന്തി 14:2 പറഞ്ഞു, അന്യഭാഷകളിൽ സംസാരിക്കുന്നവൻ മനുഷ്യനോടല്ല ദൈവത്തോട് സംസാരിക്കുന്നു. അവർ ആത്മാവിൽ മർമ്മങ്ങളെ സംസാരിക്കുന്നു. വെളിപ്പാട് 3:18-19 18-ാം വാക്യത്തിൽ എഴുതി, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതി കഴിപ്പിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ മറയ്ക്കേണ്ടതിന് നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ളയുടുപ്പും നിനക്ക് കാഴ്ച പ്രാപിക്കേണ്ടതിന് കണ്ണ് എഴുതുവാൻ ലേപവും എന്നോട് വിലയ്ക്ക് വാങ്ങുവാൻ ഞാൻ നിന്നോട് ബുദ്ധി ഉപദേശിക്കുന്നു. എങ്ങനെ മേടിക്കണമെന്ന? വിലയ്ക്ക് വാങ്ങാൻ. ഇപ്പം ഈ 3 കാര്യങ്ങൾ കൃപാവരങ്ങൾ നിറഞ്ഞതാണ്. ഈ 3 കാര്യങ്ങൾ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്തോ കൊടുക്കണമെന്ന്? വില കൊടുക്കണം. എന്താ? യേശുവിന് വെള്ളിയും പൊന്നും കൊണ്ട് കൊടുക്കണമെന്നാണ് ഈ പറഞ്ഞതിനർത്ഥം. യേശു ക്രിസ്തുവിൻ്റെ വെളിപ്പാടിൽ യേശു ക്രിസ്തുവിന് സ്വർഗത്തിൽ കൊണ്ടുവന്ന് വെള്ളിയും പൊന്നും കൊടുക്കണമെന്നാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? അല്ല. ഇവിടെ ഇരുന്നു കൊണ്ട് വിശ്വാസം വില കൊടുക്കണം. ഈ ഭൂമിയിലിരുന്നു കൊണ്ട് നമ്മൾ വിശ്വാസം വില കൊടുക്കണം. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയില്ല. വെള്ളിയും പൊന്നും ഒന്നും കൊടുത്താൽ ദൈവത്തിന് പ്രസാദം വരില്ല. വിശ്വാസം വില കൊടുക്കണം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഒന്നാമത് നമ്മൾ ആശിക്കണം. അങ്ങനത്തെ സാധനം ഉണ്ടെന്ന് നമ്മൾ അറിയണം.
പിന്നെ അത് ഉറപ്പാക്കണം. എന്നിട്ട് അത് നമുക്ക് ലഭിച്ചു എന്ന് നമ്മൾ സ്തോത്രം ചെയ്യണം. ലഭിക്കാത്ത സാധനം, ഇല്ലാത്ത സാധനം ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിശ്വാസത്തോട് സ്തോത്രം ചെയ്യണം. ഇതാണ് വില. എനിക്കില്ലാത്ത കൃപാവരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് ലഭിക്കാത്ത ദൈവികമായ അനുഗ്രഹങ്ങൾ, ദൈവശക്തി എനിക്കില്ലെങ്കിൽ ദൈവശക്തി എനിക്ക് ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട്, ഇല്ലെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിലുള്ള നിറവ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട്, വിവിധ ഭാഷകൾ സംസാരിക്കാനുള്ള കൃപ എനിക്ക് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, പ്രവചനം എനിക്ക് ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, രോഗശനി ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട്, പിന്നെന്താണ് വീര്യപ്രവൃത്തി എന്നിൽ ഉണ്ടെന്ന് വിശ്വസിച്ചു ഞാൻ സ്തോത്രം ചെയ്യണമെന്ന്. ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കണം. ആര് വിശ്വസിക്കണം? യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ച് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ ഇതൊക്കെ ഉണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് അതിനായിട്ട് സ്തോത്രം ചെയ്യണം. സ്തോത്രം ചെയ്യുമ്പോൾ അതിൽ പ്രസന്നനായ ദൈവം ഇത് നമ്മളിലേക്ക് പകരും. ഇങ്ങനെ പ്രാപിക്കേണ്ടത്. കർത്താവ് ഇതാ നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ പ്രാപിച്ച് കൃപ പ്രാപിച്ച് മുന്നോട്ട് പോകണം. ഇങ്ങനെ ഈ ആത്മീയ വരങ്ങളാൽ നമ്മൾ ക്രിസ്തുയേശുവിൽ സമ്പന്നരാകണം. ആത്മീയ കൃപകളാൽ ദൈവസന്നിധിയിൽ നമ്മൾ സമ്പന്നരാകണം. നമ്മൾ സമ്പന്നരാകണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. നീ സമ്പന്നനാകേണ്ടതിന് ഊതിക്കഴിപ്പിച്ച പൊന്ന് നിനക്ക് പ്രാപിക്കണം. ഊതിക്കൊഴിച്ച പൊന്നെന്ന് പറയുന്നത് കൃപകളാണ്, വരങ്ങളാണ്, ദൈവത്തിൻ്റെ കൃപകളാണ്. ഈ കൃപാവരങ്ങളാലാണ് നമുക്ക് ആത്മാക്കളെ നേടിയെടുക്കാൻ കഴിയുന്നത്. കൃപാവരങ്ങളിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുത്താൻ കഴിയുന്നത്. കൃപാവരങ്ങൾ കൂടാതെ ഈ ലോകത്തിൽ ഒന്നും നേടത്തില്ല. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ഇപ്പോൾ നമ്മൾ അല്പമായിട്ട് കൊയ്യുന്നോളൂ, അല്ലെങ്കിൽ കാല പറക്കുന്നോളൂ. അവിടെ ഇവിടെ കിടക്കുന്ന കതിരുകളെ കൊയ്തുകൊണ്ടിരിക്കുന്നവരുടെയിൽ കാല പറക്കുന്നതോടെ നമുക്ക് ആത്മാക്കളെ നേടാൻ കഴിയുന്നുള്ളെങ്കിൽ എൻ്റെ പ്രിയരെ, കൃപാവരങ്ങൾ പ്രാപിച്ച് മുന്നോട്ടൊന്ന് പൊന്നു പ്രാപിച്ച് മുന്നോട്ടൊന്ന് പോയി കഴിയുമ്പോൾ ഇത് പത്രോസിൻ്റെ ഒന്നാമത്തെ പ്രസംഗത്തിൽ നടന്നതുപോലെ, രണ്ടാമത്തെ പീരീഡ് നടന്നതുപോലെ, പൗലോസ് 14 വർഷമോ ശേഷമുള്ള സമയം കൊണ്ട് 50 രാജ്യങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കാൻ പറ്റിയത് അവന് ഈ കൃപാവരങ്ങളുള്ളത് കൊണ്ടാണ്. സ്തോത്രം. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, അത് നമുക്ക് പ്രാപിക്കണം. 1 കൊരിന്തി 14-ാം അധ്യായത്തിൻ്റെ 13-14 നമ്മൾ വായിക്കുമ്പോൾ വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം അവിടെ ഉണ്ട്. പൗലോസ് പറയുകയാണ്, ഞാൻ നിങ്ങളെക്കാൾ അധികം അന്യഭാഷയിൽ ആരാധിക്കുന്നെന്ന് മാത്രമല്ല, ഞാൻ പ്രാർത്ഥിക്കുന്നത് ബുദ്ധി കൊണ്ട്. ഞാൻ ജനത്തിൻ്റെ ഇടയിൽ വരുമ്പോൾ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജനത്തിൻ്റെ ഇടയിൽ അവർക്ക് കൂടെ ആത്മീയവർദ്ധന വരേണ്ടതിന് ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനയിൽ പറയുകയാണ്, അതിൻ്റെ 14-ന്റെ 12-13, ഔവണ്ണം നിങ്ങളും ആത്മവരങ്ങളെക്കുറിച്ച് വാഞ്ചയുള്ളവരാകയാൽ സഭയുടെ ആത്മീയ വർധനയ്ക്കായിട്ട് സബലന്മാരാകുവാൻ ശ്രമിപ്പീൻ. അതുകൊണ്ട് അന്യഭാഷയിൽ സംസാരിക്കുന്നവൻ വ്യാഖ്യാനത്തിനായി പ്രാർത്ഥിക്കട്ടെ. 14-ാം വാക്യം, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു, എൻ്റെ ബുദ്ധിയോ അബലമായിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ ദാസൻ നമ്മളോട് ബുദ്ധി ഉപദേശിക്കുകയാണ്. എന്താണ് അവൻ്റെ അനുഭവം പറയുകയാണ്, ഞാൻ അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നു എങ്കിൽ എൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവദാസൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു. ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയായിരുന്നു. അതെങ്ങനെ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കുന്നത്? അന്യഭാഷയിൽ പ്രാർത്ഥിക്കുമ്പോഴാണ്. അന്യഭാഷ വരെ ലഭിക്കാത്തൊരു വ്യക്തിക്ക് ആത്മാവിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ലെന്നാണ് ഈ വിശുദ്ധ തിരുവെഴുത്ത് പഠിപ്പിക്കുന്നത്. അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. പ്രിയരെ, അപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, നിങ്ങൾ അന്യഭാഷയിൽ മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ദൈവസഭയെ നിങ്ങൾ ദൃഢം ബുദ്ധിയിലും പ്രാർത്ഥിക്കണം. കാരണം നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന പുതിയ വിശ്വാസികൾക്ക് ഈ വരം പ്രാപിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആത്മീയവർദ്ധനയ്ക്കും കൂടെ ആണ് നിങ്ങളുടെ കൂടി വരവ്. അപ്പം ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് കടന്നു വരുന്നത് എന്തിനു വേണ്ടിയാണ്? ആത്മീയ വർധനയ്ക്കാണ്. അത്
ആത്മാവിൽ സമ്പന്നരായ നിങ്ങൾ മുഖാന്തരം വേറൊരു വ്യക്തിക്ക് നഷ്ടപ്പെട്ടു പോകരുതെന്നാണ് ഈ ലേഖനത്തിലൂടെ ബുദ്ധി ഉപദേശിപ്പിക്കുന്നത്. ആകയാൽ എന്ത്? ഞാൻ ആത്മാവ് കൊണ്ടും പ്രാർത്ഥിക്കുന്നു, ബുദ്ധി കൊണ്ടും പ്രാർത്ഥിക്കുന്നു. ആത്മാവ് കൊണ്ടും പാടുന്നു, ബുദ്ധി കൊണ്ടും പാടും. അപ്പം ദൈവദാസനായ പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാണ്, ആത്മാവിൽ പാടുന്നവനാണ്. ഞാൻ ബുദ്ധിയിൽ പ്രാർത്ഥിക്കുന്നവനാണ്, ബുദ്ധിയിൽ പാടുന്നവനാണ്. അപ്പം ദൈവസഭയിൽ ഇത് രണ്ടും ഉണ്ട്. അപ്പോൾ തന്നെ പൗലോസ് പറയുകയാണ്, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നവനാണ്, ഞാൻ ആത്മാവിൽ പാടുന്നവനാണ്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ആത്മാവിൽ പാടുന്നു, ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. എന്നാൽ ഞാൻ സഭയായി വരുമ്പോൾ ഞാൻ ബുദ്ധിയിൽ പാടുന്നു, ബുദ്ധിയുണ്ട് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം കോരിന്ത്യയിലുള്ള വിശുദ്ധന്മാരെക്കാൾ ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കുന്നവനായിരുന്നു പൗലോസ്. പ്രിയരെ, നമ്മൾ അങ്ങനെ ആകണം. നമ്മളൊരു വിശുദ്ധ കൂട്ടായ്മ കൂടുമ്പോൾ കർത്താവിൻ്റെ സഭയിൽ ഒരു ശുശ്രൂഷകനായി നമ്മൾ ഇരിക്കുമ്പോൾ വിശ്വാസികളെക്കാൾ അധികം ദൈവകൃപ ഉള്ളവരായിരിക്കണം നമ്മൾ, ദൈവശക്തി ഉള്ളവരായിരിക്കണം നമ്മൾ. എന്നാലേ നമ്മുടെ ആത്മീയ വർധന മുഖാന്തരം മറ്റുള്ളവർക്കും നമ്മുടെ കൂടിവരവിലുള്ള ജനത്തിനും കൂടെ ആത്മീയ വർധന വരുത്തുവാൻ നമുക്ക് കഴിയത്തുള്ളൂ. അതുകൊണ്ട് കർത്താവ് തെസ്സലോനിക്കരുടെ ലേഖനത്തിലൂടെ നമ്മളോട് സംസാരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. അപ്പം നമുക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എന്തിനാണ്? അവൻ്റെ മഹത്വം പ്രാപിക്കാനാണ്. 1-ാം നൂറ്റാണ്ടിൽ എങ്ങനെയാണോ വിശുദ്ധജനം, അപ്പോസ്തലന്മാരും ശേഷമുള്ള വിശുദ്ധജനവും യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചിരിക്കുന്നത് നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിലും ലേഖനങ്ങളിലൂടെ മനസ്സിലാക്കിയിരിക്കുന്നത്, ഇത് തന്നെ പ്രാപിക്കുവാനാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അത് പ്രാപിപ്പാൻ ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കണം, വില കൊടുക്കണം, കണ്ണുനീരോട് പ്രാർത്ഥിക്കണം, ഉപവസിക്കണം, കണ്ണുനീരോട് പ്രാർത്ഥിക്കണം, വിശ്വാസത്തിൻ്റെ വില കൊടുക്കണം. ഇല്ലാത്ത കാര്യം ഉണ്ടതായിട്ട് വിശ്വാസ കണ്ണിൽ കണ്ടുകൊണ്ട് അതിനായി സ്തോത്രം ചെയ്യണം. ഒരു നിമിഷം സ്തോത്രം ചെയ്താൽ പോരാ. ചില സമയങ്ങളിൽ വർഷങ്ങൾ കാത്തിരിക്കണം. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കേണ്ടതിന് ഞാൻ കൊടുത്ത വിലയെക്കുറിച്ച് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ വിശ്വാസത്തിൽ വന്ന നാൾ മുതൽ ഒരു 7 ദിവസം ഉപവസിച്ചുകൊണ്ടാണ് എൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ആരംഭം കുറിക്കുന്നത്. പിന്നെ 3 ഉപവാസം, 7 ഉപവാസത്തിനും 1 ദിവസത്തെ ഉപവാസത്തിനും കണക്കില്ല. ബൈബിൾ കോളേജിൽ പഠിക്കുന്ന കാലങ്ങളിൽ വെള്ളിയാഴ്ച ക്ലാസ് കഴിഞ്ഞ് ശനി ഞായറും ക്ലാസ്സില്ല. ആ സമയങ്ങളിൽ മിക്കവാറുമുള്ള ആഴ്ചകളിൽ വെള്ളി, ശനി, ഞായർ ഉപവാസത്തിലായിരിക്കും. ഇങ്ങനെ ഉപവസിച്ച് എൻ്റെ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം, എനിക്ക് വന്യഭാഷയിൽ ആരാധിക്കണം. അങ്ങനെ ഫസ്റ്റ് വർഷത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞ് 21 ദിവസം ഉപവാസം എടുത്തു. ഇതായിരുന്നു എൻ്റെ വിഷയം. വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് 21 ദിവസം ഉപവാസം ഉപയോഗിച്ചു. ദൈവം എനിക്ക് അല്പശക്തി നൽകി. അതാണ് 21 ദിവസം ഉപവാസത്തിൽ ലഭിച്ചത്. 2ാം വർഷത്തിലും ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് 21 ദിവസം ഉപവാസം എടുത്തപ്പോൾ എനിക്ക് ദൈവം അല്പവും കൂടെ ശക്തി നൽകി. 3ാം പ്രാവശ്യം ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷം 21 ദിവസം ഉപവാസം എടുത്തു. അതിൻ്റെ 10ാം ദിവസം അന്യഭാഷ അടയാളത്തോടുകൂടി ദൈവം എനിക്ക് അഭിഷേകം നൽകി. അതാണ് എൻ്റെ അനുഭവം. എൻ്റെ പ്രിയ സഹോദരങ്ങളെ, വില കൊടുക്കാതെ കർത്താവിൻ്റെ കൃപ പ്രാപിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. അതിലപ്പുറമായിട്ട് എനിക്കൊന്നും പറയുവാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവത്തിലില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, വില കൊടുത്ത് പ്രാപിക്കേണ്ടുന്ന കൃപയാണ് കർത്താവിൽ നിന്ന് നമ്മൾ പ്രാപിക്കേണ്ടതെല്ലാം. യേശുക്രിസ്തു നമുക്ക് കർത്താവായി തീർന്നത് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിക്കാനാണ്. അപ്പോസ്തലന്മാരും വിശുദ്ധ ജനവും എങ്ങനെയാണ് യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിച്ചതായി നമ്മുടെ മുമ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതേ റൂട്ടിൽ യാത്ര ചെയ്താൽ മാത്രമേ നമുക്കും ഈ മഹത്വം പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. ഈ മഹത്വത്തിലേക്ക് കർത്താവ് നിങ്ങളെല്ലാവരെയും ക്ഷണിക്കുന്നു. അതിലേക്ക് നിങ്ങളെ യേശുക്രിസ്തു ആഹ്വാനം ചെയ്യുന്നു. എൻ്റെ വാക്കുകൾ കേൾക്കുന്ന ആരെങ്കിലും ഇതുവരെയും ഈ മഹത്വം പ്രാപിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ വേഗത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് ഈ മഹത്വത്തിലേക്ക് കടന്നു വരുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന്
പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളിൽ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.